ഇന്നത്തെ വാർത്താപ്പകലിൽ വന്ന പ്രധാന വാർത്തകളിലൊന്നായിരുന്നു പത്തനംതിട്ടയിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിനെ തുടർന്നുള്ള സസ്പെൻഷൻ നടപടി. തൊഴിലുറപ്പ് പദ്ധതിക്കിടെ ഒപ്പിട്ട് ഡിവൈഎഫ്ഐയുടെ മനീഷ ചങ്ങലയ്ക്ക് പോയവരെയാണ് ഓംബുഡ്സ്മാൻ ഇടപെട്ട് സസ്പെൻഡ് ചെയ്തത്. LDF ഭരിക്കുന്ന പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ 3 പേരെ 1 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. 3 മേറ്റുമാരുടെയും 70 തൊഴിലാളികളുടെയും ആ ദിവസത്തെ വേതനം കുറയ്ക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടു. ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ഒപ്പിട്ട് മുങ്ങുക എന്നത് പണ്ട് സർക്കാർ ഓഫീസുകളിലെ ആളുകളെക്കുറിച്ച് പറഞ്ഞിരുന്ന സ്ഥിരം ക്ലീഷേ ഡയലോഗാണ്. അതിപ്പോൾ പക്ഷേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിക്ക് പോകുന്ന തൊഴിലാളികളെയും ബാധിച്ചിരിക്കുന്നു. അവർ പോയത് കേന്ദ്രവിരുദ്ധ സമരത്തിനാണ്. ഒപ്പിട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയ്ക്ക് പങ്കെടുത്തുവത്രേ. ജനുവരി 20-നായിരുന്നു ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തത്. പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ 20 വാർഡിൽ 3 തൊഴിലുറപ്പ് സൈറ്റുകളിൽ നിന്നായി മേറ്റുമാർ ഉൾപ്പെടെ തൊഴിലാളികളാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് പോയതെന്നാണ് പരാതി. ഹാജർ രേഖപ്പെടുത്തിയ ശേഷം മനുഷ്യച്ചങ്ങലയ്ക്ക് പോയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസും BJPയും അടക്കം ഓംബുഡ്സ്മാന് പരാതി നൽകിയിരുന്നു. അന്വേഷണം നടത്തിയ ശേഷമാണ് തൊഴിലുറപ്പ് ജോലി മേൽനോട്ടം വഹിക്കേണ്ട മേറ്റുമാർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ഓംബുഡ്സ്മാൻ കണ്ടെത്തിയത്. 3 മേറ്റുമാരെ 1 വർഷത്തേക്കാണ് ഓംബുഡ്സ്മാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജോലി ചെയ്യാതെ മുങ്ങിയതിന് ഇവരുടേതടക്കം 70 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനവും വെട്ടിക്കുറച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതിൽപ്പെട്ട അമ്മമാരെയും ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അടിമകളായി കാണുന്നു. അവരെ അവരുടെ പൊതുപരിപാടികൾക്ക്, രാഷ്ട്രീയ പരിപാടികൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കൂട്ടമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പരാതിയുമായി ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. ഈ ഓംബുഡ്സ്മാൻ്റെ ഈ ഉത്തരവ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്. എന്നാൽ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPIM ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം. ഓംബുഡ്സ്മാൻ നടപടിക്കെതിരെ അപ്പീൽ നൽകാനാണ് ഇവരുടെ തീരുമാനം. എന്തായാലും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്ന് CPIM ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം. ഓംബുഡ്സ്മാന് ഇത്തരത്തിൽ തൊഴിലുറപ്പ് മേറ്റുമാരെ പുറത്താക്കാൻ അധികാരമില്ലെന്ന് അവർ വാദിക്കുന്നു. ഇനി കണ്ടറിയണം. നിയമപോരാട്ടം കനക്കുമെന്നുറപ്പ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാൻ പോയവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ ജോലിക്കിടെ ഒപ്പിട്ട് മുങ്ങുന്നത് ന്യായമോ? ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഒപ്പിട്ടതിന് ശേഷം പാർട്ടി പരിപാടിക്ക് പോകുന്നത് അതൊരിക്കലും നല്ലൊരു പ്രവണതയല്ല. കാരണം നമ്മൾ ജോലി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക എന്നുള്ള ഒരു കാര്യം മതി. അതിന്റെ ഇടയ്ക്ക് അത് കട്ട് ചെയ്തിട്ട് പോകുന്നത് ഒട്ടും ശരിയായ ഒരു പ്രവൃത്തിയല്ല. ഈ തൊഴിൽ ഒപ്പിട്ട് കഴിഞ്ഞെങ്കിൽ തൊഴിൽ ചെയ്യണം, പാർട്ടിന്റെ പോകണമെന്ന് ആവശ്യമില്ല. പക്ഷെ ഇല്ലെങ്കിൽ പാർട്ടിന്റെ ആളാണെങ്കിൽ പാർട്ടിന്റെ അതിൽ പോകും. ഒപ്പിട്ട ശേഷം പിന്നെ പണിയെടുക്കണമല്ലോ. പിന്നെ പാർട്ടി പരിപാടി പിന്നെ എന്താ സംഭവം? അല്ല, ഉത്തരവാദിത്തം അങ്ങനല്ലേ. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ നിർബന്ധിക്കുന്നത് CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ മെമ്പർമാർ. ഈ സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വാർഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, മെമ്പറെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ നിവൃത്തിയില്ലാതെ ഇത്തരം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലുടനീളമുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടി ഇന്ന് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇത് ജനകീയമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനിയെങ്കിലും CPM ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പുറകോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഇത്തരത്തിൽ ഒപ്പിട്ടിട്ട് മനുഷ്യച്ചങ്ങലയ്ക്ക് പോയതിനെയാണ് എതിർക്കുന്നത്. രാജേന്ദ്ര പ്രസാദ് MR പറയുന്നുണ്ട്, അവർക്ക് ചങ്ങലയ്ക്ക് പോകുവാൻ ഒപ്പിടാതെ പോകാമായിരുന്നു, ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയുന്നു. ആ ഒപ്പിട്ടിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിനെയാണ് കൂടുതൽ ആളുകളും വിമർശിക്കുന്നത്. അത്തരത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന വിമർശനമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്.